എഐയും എജിഐയും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ സംഭാഷണങ്ങളിൽ ഈ രണ്ട് പദങ്ങളും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എജിഐ എന്നിവ കമ്പ്യൂട്ടർ ശേഷിയുടെ രണ്ട് വ്യത്യസ്ത തലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം വൈദഗ്ധ്യമുള്ള ഒരു ഉപകരണവും ടൂൾ, മനുഷ്യനെപ്പോലെ എന്തും പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ബുദ്ധിശക്തിയും തമ്മിലുള്ള വ്യത്യാസമായി ഇതിനെ കാണാം. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എഐകളും സാങ്കേതികമായി നാരോ എഐ അല്ലെങ്കിൽ വീക്ക് എഐ വിഭാഗത്തിൽപ്പെട്ടവയാണ്. ഒരു പ്രത്യേക ജോലി ചെയ്യാനോ ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാനോ വേണ്ടിയാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശേഷി: ഒരു പ്രത്യേക മേഖലയിൽ, ഉദാഹരണത്തിന് ചെസ് കളിക്കുകയോ എക്സ്-റേ കളിൽ നിന്ന് രോഗങ്ങൾ കണ്ടെത്തുകയോ ചെയ്യുന്നത് മനുഷ്യനേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ഇതിന് കഴിയും. എന്നാൽ ഈ അറിവ് മറ്റ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ല. ഉദാഹരണങ്ങൾ: ചാറ്റ് ജിപിടി, സിരി, നെറ്റ്ഫ്ലിക്സ് റെക്കമെൻഡേഷൻസ്, സ്വയം നിയന്ത്രിക്കപ്പെടുന്ന കാറുകൾ. പരിമിതി: ചെസ് കളിക്കുന്ന ഒരു എഐക്ക് കവിത എഴുതാനോ കാർ ഓടിക്കാനോ കഴിയില്ല, അത് ആ ബോർഡിലെ നിയമങ്ങൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. 2. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എജിഐ. എജിഐയെ പലപ്പോഴും സ്ട്രോങ് എഐ എന്ന് വിളിക്കുന്നു. മനുഷ്യനെപ്പോലെ വിപുലമായ വിഷയങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അത് പ്രയോഗിക്കാനും കഴിവുള്ള സാങ്കേതിക വിദ്യയാണിത്. ഇതൊരു സങ്കല്പം, തിയോററ്റിക്കൽ മാത്രമാണ്. ശേഷി: ഒരു എജിഐക്ക് സ്വന്തമായി ചിന്തിക്കാനും കോൺഷ്യസ്നെസ്, സ്വയം ബോധമുണ്ടാകാനും പ്രത്യേകം പരിശീലിപ്പിക്കാത്ത കാര്യങ്ങൾ പോലും പരിഹരിക്കാനും കഴിവുണ്ടാകും. നിരീക്ഷണത്തിലൂടെയോ ചിന്തയിലൂടെയോ ഒരു സംഗീത ഉപകരണം വായിക്കാനും നിയമപരമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും പുതിയൊരു വിഭവം പാകം ചെയ്യാനും ഇതിന് സാധിക്കും. ഉദാഹരണങ്ങൾ: നിലവിൽ എജിഐ നിലവിലില്ല. ഓപ്പൺ എഐ, ഗൂഗിൾ ഡീപ് മൈൻഡ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ലക്ഷ്യമാണിത്. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ, ഉദാഹരണത്തിന് ഐറൺ മാനിലെ ജാർവിസ്, നാം ഇത്തരം എഐകളെ കാണാറുണ്ട്. പ്രധാന സവിശേഷത: ബഹുമുഖ് പ്രതിഭ, വെർസറ്റിലിറ്റി. ഒരു മേഖലയിലെ അറിവ് മറ്റൊരു മേഖലയിലേക്ക് മാറ്റാൻ ഇതിന് കഴിയും. പ്രധാന വ്യത്യാസങ്ങൾ ഒറ്റനോട്ടത്തിൽ. സവിശേഷത: എഐ നിലവിലുള്ളത്, എജിഐ സാങ്കൽപ്പികം. പരിധി: എഐ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം, എജിഐ ഏത് സാഹചര്യത്തോടും ഇണങ്ങിച്ചേരുന്നത്. പഠനം: എഐ പ്രത്യേക ഡാറ്റ ആവശ്യമാണ്, എജിഐ സ്വതന്ത്രമായി ഏത് വിഷയവും പഠിക്കാം. പ്രശ്നപരിഹാരം: എഐ പ്രോഗ്രാം ചെയ്ത ലോജിക് പിന്തുടരുന്നു, എജിഐ ബുദ്ധിശക്തിയും സാഹചര്യവും ഉപയോഗിക്കുന്നു. മനുഷ്യനോടുള്ള സമാനത: എഐ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം അനുകരിക്കുന്നു, എജിഐ എല്ലാ മേഖലയിലും മനുഷ്യന് തുല്യമോ അതിനു മുകളിലോ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.